ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഡിജിറ്റൽ ക്യാമറ ഡെമോൺസ്ട്രേഷനിൽ നിക്കോൺ D80 എന്നൊരു ക്യാമറയും കാനോൺ 350D എന്നൊരു ക്യാമറയും അതിൻ്റെ കുറച്ച് ഫങ്ഷൻസും കാണാൻ പോവുകയാണ്. ഡിജിറ്റൽ ക്യാമറകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിക്കോൺ കമ്പനിയുടെ ഒരു മേൽത്തരം ക്യാമറയാണ്. ഇത് AF-ഉം MF-ഉം സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഈ ക്യാമറയുടെ മറ്റു പ്രത്യേകത ലെൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. 2.8 പവറുള്ള ഒരു സൂം ലെൻസാണ്. ക്യാമറയുടെ എല്ലാ ഭാഗങ്ങളും വ്യക്തമായി ഞാൻ കാണിച്ചു തരികയാണ്. ലെൻസിൻ്റെ കോട്ടിംഗ് വ്യത്യാസം കണ്ടില്ലേ? സാധാരണ കോട്ടിങ്ങിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്. ഈ ലെൻസിന് സാധാരണ ലെൻസിനേക്കാളും കോട്ടിങ്ങിന് ക്വാളിറ്റി ഉണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ കാണാൻ പോകുന്ന മെനു ഓപ്ഷൻസിലും അതുപോലെ തന്നെ അപ്പാർച്ചറും ഷട്ടർ സ്പീഡും മാറ്റാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിൽ എളുപ്പമാണ്. അത് ഷട്ടർ സ്പീഡ് മാറ്റാനും അതിന് ജസ്റ്റ് ഓപ്പോസിറ്റിൽ അപ്പാർച്ചർ മാറ്റാനും ഉള്ള സൗകര്യങ്ങൾ നിക്കോണിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനോണിൽ ഒരേ സ്വിച്ചിൽ തന്നെയാണ് അത് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇങ്ങനെ സൗകര്യത്തിൽ ചെയ്യാം. രണ്ട് വിരലുകൊണ്ട് ഒരേ സമയത്ത് തന്നെ അപ്പാർച്ചറും ഷട്ടർ സ്പീഡും മാനുവലായിട്ട് മാറ്റാൻ നമുക്ക് കഴിയും. 5.6 കണ്ടില്ലേ? 3.5 അതുപോലെ ഇഷ്ടം പോലെ നമുക്ക് സൗകര്യാർത്ഥം ചെയ്യാവുന്നതാണ്. കനോൺ ക്യാമറയിൽ, കനോണിൻ്റെ കൂടിയ ക്യാമറയിലൊക്കെ ഇതേപോലെ തന്നെയുണ്ട്. എന്നിരുന്നാലും 350, 400 തന്നെ ഈ ബാക്കിൽ ഈ സൗകര്യമില്ല. ഫ്രണ്ടിൽ മാത്രമേ ഒരു സ്വിച്ച് ഉള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആ കനോൺ ക്യാമറയാണ്. മാനുവൽ മോഡിലിട്ട് കഴിഞ്ഞാൽ വെറുതെ ആ റിങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷട്ടർ സ്പീഡ് മാറുന്നു. അപ്പാർച്ചർ മാറ്റണമെന്നുണ്ടെങ്കിൽ AV സ്വിച്ചിൽ ഞെക്കി പിടിച്ചുകൊണ്ട് വേണം അതേ റിങ് തിരിക്കാൻ. അപ്പോൾ അപ്പാർച്ചർ കട്ടാവുന്നതാണ്. ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്ന് മാത്രം. ബുദ്ധിമുട്ടെന്ന് പറയാൻ കഴിയില്ല. വിലയിൽ വ്യത്യാസമുണ്ട്. നിക്കോൺ ക്യാമറയ്ക്ക് ഈ കാണുന്ന കനോൺ ക്യാമറയേക്കാളും വില കൂടുതലാണ്. വീണ്ടും നിക്കോണിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് പ്രായം അനുസരിച്ച് നമ്മുടെ വ്യൂ ഫോക്കസ് ചെയ്യുമ്പോൾ വ്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കൂടിയ ക്യാമറകളെല്ലാം തന്നെ പണ്ടേ ഉള്ളതാണ്. അനലോഗ് കാലഘട്ടത്തിലേ ഉള്ളതാണ്. ആ സൗകര്യങ്ങൾ ഇതിലുമുണ്ട്. എന്നാൽ കാണുന്ന ഫ്രെയിം ചെറുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തന്നെ മറ്റുള്ള ക്യാമറകൾക്കൊക്കെ, ഫുൾ ഫ്രെയിം ക്യാമറകൾക്കൊക്കെ 3.5, 4, 5 ലക്ഷം രൂപയെല്ലാം വില വരാനുള്ള ഒരു പ്രധാന കാരണം ഇത് ഫ്രെയിം ചെറുതാണ്. വ്യൂ ഫൈൻഡ് ചെയ്യുന്നത് നമ്മൾ ചെറിയ സൈസിലൂടെയാണ്. ഷൂട്ടിംഗ് മെനു എടുത്തു കഴിഞ്ഞാൽ അതിലോരോന്നോരോന്നായി നിങ്ങൾ കാണുന്നുണ്ട്. അത് വിശദമായി ഞാൻ നേരിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണുക. അതിൻ്റെ സയൻസ് എന്താണ്, റോ അല്ലെങ്കിൽ JPEG, അങ്ങനെ ഒരുപാട്, ഫൈൻ, നോർമൽ, ബേസിക്, അതിൻ്റെ ക്ലാസ്സുകളെല്ലാം ഞാൻ വിശദമായി പറഞ്ഞുതരാം. നിങ്ങൾ കാണുക.
ആ സൈനുകൾ പ്രത്യേകം മനസ്സിലാക്കണം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ JPEG ഫൈൻ, അതിൻ്റെ സൈൻ ശ്രദ്ധിക്കുക. ടൈം 2 മിനിറ്റോ 1 മിനിറ്റോ, ശരിക്കും പറഞ്ഞാൽ 30 സെക്കൻഡ് മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നുള്ളൂ ഏത് ക്യാമറയിലും. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ഓഫ് ആവുന്നതാണ്. ഏറോക്കി ഉപയോഗിച്ച് നമ്മൾക്ക് മെനു എടുത്ത് ഇഷ്ടാനുസരണം സെലക്ഷൻ ചെയ്യാവുന്നതാണ്. ISO അഥവാ ASA മാറ്റാനും സൗകര്യങ്ങളുണ്ട്. മീഡിയം, സ്മോൾ, ലാർജ്, ഈ 3 ഏത് സൈസിൽ വേണം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ മറന്നു പോകരുത്. സ്മോൾ ഓപ്ഷനിലാണ്, ഇപ്പോൾ ലാർജ് ഓപ്ഷനിലാണ് ഈ കാണുന്നത്. ഈ ഫോട്ടോ നമുക്ക് ലാർജ് ചെയ്താൽ വലിയ പിക്സൽസ് പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. ആ കണക്ക് അതിൽ എഴുതിയിട്ടുണ്ട്. മീഡിയം ആയാൽ, ലോ ആയാൽ, സ്മോൾ ആയാൽ, സ്മോൾ എടുത്ത് ലാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ വരും, ASA കുറവാണെങ്കിൽ കൂടി. അതുപോലെ ഇമേജ് സൈസ്, വൈറ്റ് ബാലൻസ്,